ടിപ്സോഫിടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ കൊണ്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നല്ല എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഞാനൊരു ഗ്യാസ് സ്റ്റൗവ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ല അഭിപ്രായമാണ് എല്ലാവരും നൽകിയത്. അതിന്1000 നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വെള്ളം വേണം കേട്ടോ. നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ സ്റ്റാൻഡും ബർണറും മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം എടുക്കുക. ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മളുടെ സ്റ്റാൻഡൊന്ന് മുങ്ങിക്കിടക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഷാമ്പു മതി കേട്ടോ. ഞാനിവിടെ കുട്ടികളുടെ ഒരു ഷാമ്പു ആണ് എടുക്കുന്നത്. ഏതെങ്കിലും ഷാമ്പു, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. ഷാമ്പു ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ കൈകൾക്കൊക്കെ വളരെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതായത് ഹാംഫുള്ളൊന്നും ആയിരിക്കില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ ഞാനിവിടെ ഷാമ്പൂ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണേ. വിനാഗിരി ഒഴിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും പിന്നീട് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ നല്ല ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് വിനാഗിരിയാണ്. അതും ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം എത്രയാണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ഷാമ്പൂവിനും അതുപോലെ തന്നെ വിനാഗിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഒരു 4 ടേബിൾ സ്പൂണൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ചൂടാക്കണം കേട്ടോ. നല്ല ചൂടായി വരുന്ന വെള്ളമാണ്. കണ്ടോ, ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വെള്ളം നല്ല രീതിയിൽ ചൂട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്റ്റാൻഡൊക്കെ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നേ കുറച്ച് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടേ. നമ്മളുടെ ബർണറുകളൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വെള്ളം ഞാൻ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മളുടെ സ്റ്റാൻഡെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. 20 മിനിറ്റെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് ക്ലീനിങ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എണ്ണമയവും അതുപോലെ തുരുമ്പിൻ്റെ അംശവും ഒക്കെ കിട്ടും കേട്ടോ. എൻ്റെ ഒരു പഴയ ഗ്യാസ് സ്റ്റൗവാണ്, എങ്കിലും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ബർണറുകൾ നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം ഉപയോഗിച്ച് ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളുടെ ബർണറുകൾ ക്ലീൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കിട്ടും. നമുക്ക് ചൂടൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കരടുകളൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ബർണറുകൾ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ബർണറുകൾ നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാകൂ. അപ്പോൾ അതും നമ്മളെടുത്ത് ഗ്യാസ് സമയത്ത് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാവേ. ഞാനിവിടെ സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നല്ല നല്ല ടിപ്സുകളും വ്ളോഗുകളും ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് നൽകത്തുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ കൈകളൊക്കെ വളരെ സോഫ്റ്റായി തന്നെ നമുക്ക് സൂക്ഷിക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബർണറൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ. കണ്ടോ, ഞാനിവിടെ എല്ലാം നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ബർണറുകളും നമുക്കിതുപോലെ കഴുകിയെടുക്കാം കേട്ടോ. സ്റ്റാൻഡിൻ്റെ ആ ഒരു അഴുക്കൊക്കെ നല്ല രീതിയിൽ ഇളകിപ്പോവും. അപ്പം എല്ലാവർക്കും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം.
ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ അടുത്ത ഒരു ടിപ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.